ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് ഒരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒരുപാട് കലംകാരി ഫാബ്രിക് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡാർക്ക് മെറൂൺ പ്ലെയിൻ സാരിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡാർക്ക് മെറൂൺ വിത്ത് ക്രീമുള്ള ഒരു കലംകാരി മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തിട്ട് അതെങ്ങനെയാണ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാരി എന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു. അത് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഖാദി സാരി ആയിരുന്നു. അപ്പോൾ അതിലേക്കൊരു ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഈ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരുപാട് പ്രിൻ്റുള്ള മെറ്റീരിയൽസ് ഞാൻ അവിടെ കണ്ടു. മോസ്റ്റ്ലി ഇക്കത്ത്, ബ്ലോക്ക് പ്രിൻ്റ്, കലംകാരിയുടെ ഒരുപാട് മെറ്റീരിയലിൻ്റെ കളക്ഷൻ അവരുടെ അടുത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിൻ്റഡ് ഹക്കോബ എല്ലാം തന്നെ. അപ്പോൾ ഞാൻ മീഷോന്ന് മേടിച്ച സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരിയാണ്. സാരിയുടെ എൻഡിൽ ടസിൽസ് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഖാദി സാരിയാണ്. പ്ലെയിൻ ആയിട്ട് നമ്മൾ സാരി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലൗസ് ആക്ച്വലി കുറച്ച് പ്രിൻ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കുള്ളതായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതൊരു ഖാദി ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് പ്യോർ കോട്ടണേ ചേരുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്ന മെറ്റീരിയൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ഒരു സാരിക്ക് ഈ മെറ്റീരിയൽ എങ്ങനെയാണ്, നന്നായിട്ടുണ്ടോ, സൂട്ടാവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിൽ പ്രിൻസസ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് ഒരു മീറ്റർ 15 സെൻറ്റിമീറ്ററാണ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഫുൾ സ്ലീവ് തയ്ക്കാനായിരുന്നു ഐഡിയ. അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ഇതേപോലെ പ്രിൻസസ്സിൽ കട്ട് ചെയ്തിട്ട്, പിന്നെ എനിക്ക് ബാക്ക് ഓപ്പൺ കുറച്ച് കംഫർട്ടബിൾ അല്ല, ഇടാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങി. അപ്പോൾ ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയത്. അപ്പോൾ മിഷീൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതിൻ്റെ നെക്ക് പാർട്ട് ആൻഡ് ബാക്ക് നെക്ക് ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്ലീവിൻ്റെ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഞാൻ ആ ഒരു ഷോൾഡർ ഭാഗത്ത് വീതി ഇല്ലാത്ത പോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 1 മീറ്റർ 15 cm ആണ് മെറ്റീരിയൽ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫുൾ സ്ലീവിൻ്റെ 4ആക്കി മടക്കി കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ ഭാഗത്ത് ആ മെറ്റീരിയൽ തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി മോസ്റ്റ്ലി നമ്മൾ 1 മീറ്റർ എടുക്കുന്ന ക്ലോത്തിനൊക്കെ സ്ലീവിൻ്റെ ഭാഗത്ത് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അറ്റാച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു 4 കഷ്ണം ഇതേപോലത്തെ പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ 2 ഭാഗത്തും അറ്റാച്ച് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നാലേ നമുക്ക് ആ കോർണറിൽ എത്തുന്നുണ്ടായിരുന്നുള്ളൂ, ആം ഹോളിൻ്റെ കോർണറിലേക്ക് സ്ലീവ് എത്തുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഫുൾ സ്ലീവ് ആണല്ലോ വെച്ച്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സ്ലീവ് തയ്ക്കുകയാണെങ്കിൽ 1 മീറ്റർ 25 cm ക്ലോത്ത് എടുക്കുകയായിരിക്കും ബെറ്റർ. ഞാൻ ഹൈറ്റില്ലല്ലോ, കൈ അത്രയ്ക്ക് വരില്ലല്ലോ. 21 ഇഞ്ചസിൻ്റെ സ്ലീവാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ കരുതി 1.15 മതിയാവുമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ലീവിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ജലദോഷം ആയതുകൊണ്ട് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ 4 ഭാഗത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമുക്ക് ഒട്ടും സ്ലീവിൻ്റെ അവിടെ തികയാത്ത പോലെ തോന്നി. അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തും ഞാൻ ഇതേപോലെ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്ലീവ് കൂടുതലുണ്ടെങ്കിൽ എക്സ്ട്രാ മെറ്റീരിയൽ എടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എൻ്റെ ഒരു ഓൾഡ് മെഷീനാണ് കേട്ടോ. അപ്പോൾ ജൂക്കിയുടെ തന്നെയാണ്, ഓൾഡ് മെഷീനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നൂലും അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കോർത്തിട്ട് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. പിന്നെ ഞാൻ സ്ലീവിൻ്റെ ഭാഗത്ത് ബോഡിയിൽ മാത്രമേ ഞാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ലൈനിങ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കോട്ടണിനകത്ത് സ്ലീവ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ സ്ലീവിൽ എപ്പോഴും ഫുൾ സ്ലീവ് കൂടെ വെക്കുന്ന സമയത്ത് ലൈനിങ് ഇല്ലാതെ വെക്കുമായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നീറ്റായിട്ട് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഓവർലോക്ക് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ എപ്പോഴും സെൻറ്ററിൽ നിന്നാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് താഴെ വരെയും പിന്നെ അതേ സെൻറ്ററിൽ നിന്ന് തന്നെ ആ ഭാഗത്തോട്ടുമാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ മടക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട്.
സ്ലീവ് ഞാനിങ്ങനെ നോക്കി നോക്കി അടയ്ക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഏതൊരു ഗാർമെൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടിങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ എത്ര നല്ല ഡ്രസ്സ് പോലും നമുക്ക് തയ്ക്കാൻ പറ്റും. കാരണം കട്ടിങ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ലീവ് തയ്ക്കുമ്പം തന്നെ കട്ട് ചെയ്തത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കൂടാതെ തയ്ച്ചെടുക്കാം. അപ്പോൾ ലൈനിങ് ഞാൻ പറഞ്ഞല്ലോ, സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡിയിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ. അപ്പോൾ ലൈനിങ് ഉള്ള പാർട്ടിൽ നമ്മൾ ഈ സ്ലീവിൻ്റെ പാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ സ്ലീവിൻ്റെ താഴത്ത് പൈപ്പിങ് വെക്കുന്നില്ല, പകരം ഞാൻ അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് മാത്രം ഡാർക്ക് മെറൂണ്, സാരിക്ക് മാച്ച് ആവുന്ന പോലെ ഡാർക്ക് മെറൂണ് പൈപ്പിങ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സ്ലീവ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ലീവ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ബോഡി സ്റ്റിച്ച് ചെയ്യുന്നത് മുഴുവനായിട്ട് വീഡിയോ എടുക്കണമെന്ന് കരുതിയതാണ്. പിന്നെ ഞാൻ ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെക്ക് ചെയ്ത് കാണും. അപ്പോൾ ഇതൊരു മെയിൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ ഇത് കസ്റ്റമർക്കുള്ള ഒരു ഓർഡറൊന്നും ഇത് എനിക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് വീഡിയോ എടുത്തല്ല, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ നിങ്ങൾക്ക്? ഞാൻ സാരിക്ക് മാച്ചായിട്ടാണല്ലോ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ബ്ലൗസും സാരിയും കൂടെ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ സാരി ജസ്റ്റ് പ്ലീറ്റ്സ് ഒന്നും എടുക്കാതെ നോർമലായിട്ട് കാണിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്ലെയിൻ കളറിന് ഫുൾ സ്ലീവ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സാരിയും ബ്ലൗസും എങ്ങനെയുണ്ടെന്ന് പറയണം. താങ്ക് യു.